രാത്രി ആയപ്പോൾ അതിനെക്കുറിച്ച് അങ്ങേപ്പുറത്ത് കാടുകളുണ്ടല്ലോ, കാട്ടിൽ കാട്ടുതീ വന്നു. കാട്ടുതീ വന്നപ്പോൾ എല്ലാവരും കൂടി കൃഷ്ണ കൃഷ്ണ കാട്ടുതീ വിഴുങ്ങാൻ വരുന്നു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ കൃഷ്ണൻ ആ കാട്ടുതീയുടെ അതിൻ്റെ ചുറ്റും വന്ന് ഓടിയെന്നാണ്. ആ ഓടിയപ്പോഴത്തേക്കും ആ കാട്ടുതീയൊക്കെ ഭഗവാൻ വായ തുറന്നുകൊണ്ട് ഓടി. അപ്പോൾ വായയിലേക്ക് തീയൊക്കെ പോയി അടങ്ങി. അങ്ങനെ ഭഗവാനെ മഞ്ഞ വസ്ത്രം കൊടുക്കുന്നതുകൊണ്ട് പീതത എന്നൊരു പേരുണ്ട്. ഇപ്പോൾ പാനം ചെയ്തിട്ടും പീതത എന്നൊരു പേരായി എന്നാണ് നാരായണീയം പറയുന്നത്. അങ്ങനെ ആ കാട്ടുതീയൊക്കെ വിഴുങ്ങി ഭഗവാൻ. അതും കഴിഞ്ഞ് എല്ലാവരും കൂടിയിട്ട് അപ്പോഴേക്കും രാത്രി വെളിച്ചായതിന് ശേഷമാണ് എല്ലാവരും കൂടി ഗൃഹത്തിലേക്ക് തിരിച്ചു പോകുന്നത്. അങ്ങനെ എല്ലാവരും പോയി. അപ്പം ഈ ശ്രീ ശുഖബ്രഹ്മർഷിയോട് പരീക്ഷത്ത് ചോദിക്കുകയാണ്, ഭഗവാനെ ഇതെന്താ കാളിന്തിയിൽ ഈ കാളിന്തി നദിയിൽ ഈ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ വിഷം ഉണ്ടാവാനും അവിടെ ഈ കാളിയൻ താമസിക്കാനും ഒക്കെ എന്താ കാരണം? എന്താ ഈ കാളിയൻ ഈ കാളിന്തിയിൽ തന്നെ വന്ന് താമസിക്കാൻ എന്താ കാരണം? എന്തുകൊണ്ടാണ്? ആ കഥ ഒന്ന് പറഞ്ഞു തരണമെന്ന് പറയുകയാണ് ശ്രീ ശുഖബ്രഹ്മർഷിയോട്. അപ്പോൾ ശ്രീ ശുഖബ്രഹ്മർഷി പറയുകയാണ്, പണ്ട് ഗരുഡൻ ഈ കാളിന്തി നദിയിൽ വന്നിട്ട് ധാരാളം മത്സ്യങ്ങളെ കൊത്തി തിന്നാറുണ്ടായിരുന്നു. അപ്പോൾ ഈ കാളിന്തി നദിയിൽ സൗഭരി പറഞ്ഞൊരു മഹർഷി തപസ് ചെയ്തിരുന്നു. ആ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് തപസ് ചെയ്യുകയാണ് സൗഭരിയുടെ കഥ വേറൊരു കഥമായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് തപസ് ചെയ്യുന്ന സമയത്ത് ഈ മത്സ്യത്തിനെ തിന്നാൻ ഗരുഡൻ വന്നെന്ന് കണ്ടപ്പോൾ ഈ മഹർഷിക്ക് വല്ലാതെ സങ്കടവും. പാവം മത്സ്യങ്ങൾ സന്തോഷമായിട്ട് കളിച്ച് നടക്കുന്ന സമയത്ത് വന്ന് കൊത്തി തിന്നുകയാണ് മത്സ്യങ്ങളെ. അപ്പോൾ ഈ സൗഭരി പറയും, ഇനി നീ കാളിന്തിയിൽ വന്ന് മത്സ്യത്തിനെ കൊത്തി തിന്നാണെങ്കിൽ നീ തല പൊട്ടി മരിച്ചു പോട്ടെ എന്നൊരു ശാപം കൊടുക്കും ഈ ഗരുഡന്. അപ്പോൾ അത് കാരണം ഗരുഡൻ അവിടെ വരില്ല, കാളിന്തിയിൽ വരില്ല. അങ്ങനെ ഒരു ശാപമുണ്ട് ഗരുഡൻ. അതുകൊണ്ടാണ് ഈ കാളിന്തിയിൽ ഗരുഡൻ വരാത്തത്. അപ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഈ ഗരുഡൻ പാമ്പുകളെയൊക്കെ തിന്നും കുറേ. ആ പാമ്പുകളെയൊക്കെ തിന്നുന്ന സമയത്ത് കുറേ പാമ്പുകളെയൊക്കെ തിന്നും. അപ്പോൾ എല്ലാ പാമ്പുകളും കൂടിയിട്ട് ഒരു പിന്നെ കൂട്ടം കൂടി ആലോചിച്ച് പറഞ്ഞു, ഇങ്ങനെയായാൽ നമ്മുടെ പാമ്പുകളുടെ വംശം തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഓരോ ദിവസം ഓരോ പാമ്പ് ഗരുഡന് തിന്നാനായിട്ട് പോവാം. എന്തെങ്കിലും തീരസാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ജീവികളെയൊക്കെ കൊടുക്കാം, ഒരു പാമ്പും ഗരുഡന് ആഹാരമായിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും സമ്മതിച്ചു. അന്ന് മുതൽ ഓരോ ദിവസം ഓരോ പാമ്പും കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഗരുഡനെ കൊണ്ട് കൊടുക്കും. ഗരുഡൻ അതുകൊണ്ട് സന്തോഷിക്കും. അപ്പോൾ പിന്നെ വേറെ പാമ്പുകളൊന്നും ഗരുഡനെ ഉപദ്രവിക്കില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ കാളിയൻ്റെ ഊഴം വന്നു. കാളിയനാണ് അന്ന് കൊണ്ട് പോകേണ്ട ദിവസം. കാളിയനാണ് ഗരുഡൻ്റെ ആഹാരമായിട്ട് പോകണം അന്ന്. ആ ദിവസം കാളിയന് വിഷത്തിൻ്റെ അഹങ്കാരം വല്ലാണ്ട് അധികമുണ്ട്. ആ വിഷത്തിൻ്റെ അഹങ്കാരം കൊണ്ട് കാളിയൻ വിചാരിച്ചു, ഞാൻ പോവില്ല ഇന്ന്, ഗരുഡൻ എന്താ ചെയ്യാമെന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് അന്ന് പോയില്ല. പോകേണ്ടിരുന്നപ്പോൾ ഗരുഡൻ അന്വേഷിച്ച് വന്നപ്പോൾ കാളിയൻ യുദ്ധത്തിന് പോയി. ഗരുഡനോട് അങ്ങോട്ട് പിന്നെ ഗരുഡനെ കടിക്കാനും ചീറ്റാനും ഒക്കെ പോയി. അപ്പോൾ ആ സമയത്ത് ഗരുഡൻ ഇടത്തെ ചിറക് കൊണ്ട് ഒരു അടി കൊടുത്തു എന്നാണ്. ആ നിസ്സാരാക്കി പറയാണ്, ഇടത്തെ ചിറക് കൊണ്ടാണ്, വലത്തെ ചിറക് കൊണ്ടല്ല. ഇടത്തെ ചിറക് കൊണ്ട് ഒരു അടി കൊടുത്തപ്പോൾ ആ കാളിയൻ ആ അടി കൊണ്ടിട്ട് അവിടുന്ന് തെറിച്ച് വന്നിട്ട് ഈ കാളിന്തിയിൽ വന്ന് വീണു. ഈ കയത്തിൽ ഈ കാളിന്തിയിൽ വന്ന് വീണപ്പോൾ ഈ സൗഭരിയുടെ ശാപം ഈ കാളിയൻ അറിയാം. അതുകൊണ്ട് വിചാരിച്ചു ഇനി എവിടെയും പോകണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഭാര്യ മക്കളെയൊക്കെ കൊണ്ടുവന്ന് അവിടെ താമസം തുടങ്ങി. അങ്ങനെയാണ് കാളിയൻ ഈ കാളിന്തിയിൽ താമസം തുടങ്ങിയതെന്ന് ശ്രീ ശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് ആ കഥ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പരീക്ഷത്തിന് സന്തോഷമായി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ